കിട്ടിയില്ല. അടിപൊളിയാണോ? കണ്ട അടിപൊളി നൈസായിട്ടുണ്ട്. കരഞ്ഞു ആസിഫലിയുടെ അഭിനയത്തിൽ. ആസിഫിന്റെ ഫാനാണോ? പിന്നെ കട്ട ഫാനാണ്. നൈസാണ്, അടിപൊളി പടം. നല്ല രസമുണ്ട്, കരയിപ്പിച്ചാണ്. എന്ത് ജോണറാ പടം? എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി. നല്ലൊരു മൂവി. ഫാമിലി എന്റർടൈനർ. ഫാമിലി എന്റർടൈനറാണ്. ഇഷ്ടപ്പെട്ട അടിപൊളി മൂവി. ആസിഫിന്റെ ഫാനാണോ? കട്ട ഫാനാ. അടിപൊളിയായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? ആസിഫിന്റെ ഫാനാണോ? നല്ല മൂവി. എല്ലാവരും പേരൻറ്റിങ് ഒക്കെ നോക്കുന്ന പേരൻസും ഫാമിലിയും എല്ലാവരും കണ്ടിരിക്കേണ്ട നല്ലൊരു മെസ്സേജ് ഉള്ള നല്ലൊരു ഫിലിം. ഒരു കമർ മാജിക് എന്ന് പറയാം. അടിപൊളി ഉറപ്പായിട്ടും നന്നായിട്ട് പേരൻസിന് നന്നായിട്ട് കണക്റ്റ് ആവും, കുട്ടികൾക്ക് കണക്റ്റ് ആവും. എല്ലാ ഏജിലുള്ളവർക്കും ഒരേപോലെ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മൂവി. ഒട്ടുമിക്ക ഫിലിംസ് കാണാറുണ്ട്. പിന്നെ കൂടുതലും നമുക്ക് പ്രഷ്യസ് ആണല്ലോ. അസ്വിക ഒരു രക്ഷയില്ല, ഇമോഷൻസ് തകർത്ത് വാരി, ഒരു രക്ഷയില്ല. കിടിലെ ഒർഹാന്റെ ആന്റിയാണ്. ഇഷ്ടമാണ്. ഒട്ടുമിക്ക സിനിമകളും കാണാറുണ്ട് ആസിഫിക്കയുടെ. അതായത് നല്ലൊരു കുടുംബ ചിത്രമായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു. നല്ലൊരു കരഞ്ഞു പോയി ശരിക്കും. ആസ് എ പേരന്റ് എന്ന നിലയിൽ ഏതൊരു പേരന്റും കരഞ്ഞു പോകും. ആസിഫ് അലി അതേപോലെ തന്നെ ദീപക് പറമ്പോൾ എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറ്റേ ദുബായിൽ അവിടെ കണ്ട ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുബായ് രസമായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും. പിന്നെ ആസിഫ് അലിയും ദീപക് പറമ്പോളിനും കൂടാണ്ട് ഇതിലൊരു കൊച്ചും കൂടിയും ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. ആ കൊച്ചി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു വൺ ടൈം വാച്ച് മൂവി. എന്തായാലും ധൈര്യമായിട്ട് ഫാമിലിക്കൊക്കെ കയറാവുന്ന ഒരു പടം. അവധിക്കാലം കുട്ടികളായിട്ട് പോയി കാണാൻ ഇല്ല, അതായത് ഇത് കുട്ടികൾക്ക് പറ്റുന്ന പടമെന്ന് എനിക്ക് തോന്നാനില്ല. കാരണം ആ ഫാമിലി കഥ പറയുമ്പോൾ ഒരു ചെറിയ ലാഗ് പോലെയൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് പറ്റിയൊരു പടം ഒന്ന് എടുത്തു പറയാൻ പറ്റില്ല. ഭയങ്കര ഇറങ്ങിപ്പോകും ഇമോഷണലായി ഉള്ളൊരു ഒരു സിനിമയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കും നല്ല ക്യാരക്ടറാണ്, ത്രൂ ഔട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ താമറിനോട് താങ്ക്സ് പറഞ്ഞു ഈ സമയത്ത്. പ്രവാസികൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യം നേർക്കാഴ്ച അതൊക്കെ കാണിച്ചു തന്നുണ്ട്. ഉറപ്പായിട്ടും ജോലിയും ഫാമിലിയും എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സിനിമയാണ് അല്ലേ? കണ്ടില്ലേ നിങ്ങൾ? കണ്ടിട്ട് എന്താ തോന്നിയത്? എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതെ.